السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على من لا نبي الذين اصطفى أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, അടുത്തുനിന്നും അകലുനിന്നുമായി ഈ ശബ്ദം സാഗോളം കേട്ടുകൊണ്ടിരിക്കുന്ന ചങ്ങരംകുളം പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യാന്വേഷികൾ, മോക്ഷത്തിന്റെ സന്ദേശം സമകാലിക ലോകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമാണ്. പ്രസ്തുത പ്രമേയത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറു കൂട്ടായ്മയാണ് നിച്ചോഫ്. അതിൻ്റെ ചങ്ങരംകുളം സെക്ടർ സംഘടിപ്പിച്ച ഏകദിന പ്രബോധന സദസ്സിലാണ് നമ്മളെല്ലാം സംഗമിച്ചിരിക്കുന്നത്. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ അധ്യാപന ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു റഫറൻസിന് വേണ്ടി ലോകത്തിന്റെ ഒരു മാപ്പ്, ലോക ഭൂപടം തന്റെ വീട്ടിൽ അദ്ദേഹം വാങ്ങിവെച്ചു. ആ ലോക ഭൂപടം വീട്ടിലുള്ള കുസൃതിക്കാരനായ തന്റെ കൊച്ചുമകൻ ഒരു ദിവസം കളിക്കാൻ വേണ്ടി ചുമരിൽ നിന്ന് എടുക്കുകയും അത് പിച്ചി ചീന്തി ഒരുപാട് കഷ്ണങ്ങളാക്കി മാറ്റുകയും ചെയ്തു. വീട്ടിലേക്ക് കയറി വരുന്ന ഈ സോഷ്യൽ സയൻസിന്റെ അധ്യാപകൻ, സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്റെ കൊച്ചുമോൻ ചെയ്തു വെച്ച ഈ ഒരു പണി കാണുകയാണ്. നല്ല വില കൊടുത്ത് വാങ്ങിയ ഒരു വേൾഡ് മാപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഈ മകൻ, ഈ കൊച്ചുമോൻ കീറിക്കളഞ്ഞത് അദ്ദേഹത്തെ കുപിതനാക്കി. അങ്ങനെ ആ മകനെ, ആ കൊച്ചുമോനെ അദ്ദേഹം ഒരുപാട് പഴി പറഞ്ഞ് ചീത്ത വിളിച്ച് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് തള്ളിയിടുക. എന്നിട്ട് ഈ കഷ്ണങ്ങളായി കിടക്കുന്ന ഈ വേൾഡ് മാപ്പും ആ കുട്ടിയുടെ നേരെ ഇട്ട് കൊടുത്തിട്ട് അല്പം കോപത്തോടു കൂടി തന്നെ ആ വാതിൽ അദ്ദേഹം പൊട്ടിയടച്ചു. പിന്നീട് ദേഷ്യമൊക്കെ ആറി, ചൂടൊക്കെ ആറി കുറച്ചു കഴിഞ്ഞപ്പോ എന്തായി കൊച്ചുമോന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി വാതിലുമെല്ലാം തുറന്നു നോക്കുമ്പോ കാണുന്ന കാഴ്ച, ഈ കൊച്ചുമോൻ
ഈ കാണുന്ന ലോകഭൂപടം മുഴുവൻ, വേൾഡ് മാപ്പ് മുഴുവൻ ഒട്ടിച്ചൊട്ടിച്ച് പഴയ പടിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ, ഈ ഒരു സംഭവത്തെ ആ സോഷ്യൽ സയൻസ് അധ്യാപകൻ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് രേഖകൾക്കൊന്നും മാറ്റമില്ലാതെ, ഭൂഖണ്ഡങ്ങൾക്കൊന്നും മാറ്റമില്ലാതെ ഈ കൊച്ചുമോൻ എങ്ങനെയാണ് ഈ വേൾഡ് മാപ്പിനെ, ഈ ലോക ഭൂപടത്തെ പഴയ രീതിയിലേക്ക് തന്നെ ഒട്ടിച്ച് ശരിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അല്പം ജിജ്ഞാസയോടുകൂടി തന്നെ ആ ഒരു പിതാവ് മകനോട് ചോദിക്കണം, കൊച്ചുമോനോട് ചോദിക്കണം, എങ്ങനെ സാധിക്കുന്നു? അപ്പൊ ആ കുട്ടി പറയാണ്, അതിന്റെ പിന്നിൽ നിങ്ങൾ കാണാതെ പോയ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു മനുഷ്യന്റെ രൂപമുണ്ടായിരുന്നു ആ വേൾഡ് മാപ്പിന്റെ പിന്നിൽ. ഞാൻ ഒട്ടിച്ച് ശരിയാക്കിയത് ആ മനുഷ്യന്റെ രൂപമാണ്. ഞാൻ വേൾഡ് മാപ്പ് ഒട്ടിച്ച് ശരിയാക്കിയിട്ടില്ല, ലോക ഭൂപടം ഞാൻ ഒട്ടിച്ച് ശരിയാക്കിയിട്ടേ ഇല്ല. ഞാൻ ഒട്ടിച്ച് ശരിയാക്കാനും ക്ലിപ്തപ്പെടുത്താനും ശ്രമിച്ചത് ആ വേൾഡ് മാപ്പിന്റെ പിന്നിലുണ്ടായിരുന്ന മനുഷ്യന്റെ രൂപമാണ്. ആ മനുഷ്യന്റെ തല എവിടെ വരണം, കാലെവിടെ വരണം, ഉടലെവിടെ വരണം, കൈകൾ എവിടെ വരണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിച്ച് ശരിയാക്കാൻ ശ്രമിച്ചത് അതായിരുന്നു. എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അവയവങ്ങളെല്ലാം കൃത്യമായി ശരിയാക്കി ഒട്ടിച്ചു കൊണ്ടുവന്ന് മാപ്പ് തിരിച്ചു പിടിച്ചു നോക്കുമ്പോൾ ആ മാപ്പ് പഴയ പടിയിലേക്ക് തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ സംഭവത്തിൽ നിന്ന്, ഇങ്ങനെ ഒരു കഥയിൽ നിന്ന് നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ കഴിയുന്ന വലിയൊരു പാഠമുണ്ട്. ആ ഒരു മനുഷ്യന്റെ രൂപം ശരിയായപ്പോഴാണ് ആ ലോക ഭൂപടം ശരിയായതെങ്കിൽ ഒരു മനുഷ്യനിലുണ്ടാകുന്ന പരിവർത്തനം, ഒരു മനുഷ്യനിലുണ്ടാകുന്ന മാറ്റം ലോകത്തുള്ള വലിയ ധാർമ്മികമായ നവോത്ഥാനത്തിന്, ധാർമ്മികമായ വിപ്ലവത്തിന് കാരണമായി തീരും എന്നാണ് ഈ ഒരു സംഭവം നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് മനുഷ്യൻ? ഒരു സവിശേഷമായ ജീവിവർഗം എന്ന് നമുക്ക് പറയാം. പരകോടി ജന്തു ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ടല്ലോ. ആ ജന്തു ജീവജാലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ തീർത്തും വ്യത്യസ്തനാക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ നേടിയെടുക്കുന്ന നിരന്തരമായ അറിവ്, അവൻ നിരന്തരമായി നേടിയെടുക്കുന്ന അവന്റെ കഴിവുകൾ, അവന്റെ സവിശേഷമായ ബുദ്ധി, വിവേചന വൈഭവം, ഇത് തന്നെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്, മറ്റു ജന്തു ജീവജാലങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത്. ആ വ്യത്യസ്തത, ആ ഒരു വ്യത്യാസം തീർച്ചയായും മനുഷ്യനെ അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠന മനന ഗവേഷണങ്ങളിലൂടെ അവൻ ശാസ്ത്ര സാഹിത്യ സാങ്കേതിക രംഗങ്ങളിൽ അതിന്റെ ചവിട്ടുപടികൾ താണ്ടി കടന്ന് അതിന്റെ ഉച്ചിയിലേക്ക് കടന്ന് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രപഞ്ചത്തിന്റെ അറ്റം തേടിയുള്ള യാത്രയിലാണ്. പ്രപഞ്ചത്തിന്റെ അറ്റം തേടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിന്റെ അറ്റം തേടി അതിന്റെ യാത്ര പുറപ്പെട്ടു പോകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ അനന്തത, അതിന്റെ ഇൻഫിനിറ്റി ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ അറ്റം തേടിയുള്ള യാത്രയിൽ മനുഷ്യൻ കാണാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ അറ്റം തേടി മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രപഞ്ചത്തിന്റെ അനന്തതയും അതിന്റെ അത്ഭുതങ്ങളും അവനെ തീർത്തും അത്ഭുത സ്തബ്ധനാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ അവിടെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ മറന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ കരുതിക്കുട്ടി നിരസിച്ചുകൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള കാരണത്തെ അവൻ കരുതിക്കുട്ടി മറക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ അറ്റം തേടിയും അതിന്റെ അത്ഭുതങ്ങൾ തേടിയും അവൻ യാത്ര ചെയ്യുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള കാരണത്തെ അവൻ മറന്നു കളയുന്നു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാം ചില ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നാം നമ്മുടെ നിത്യജീവിതത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ കൈകൊണ്ട് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ മരവിപ്പിക്കുന്നു എന്നത് അനിഷേധ്യമായ ഒരു സത്യമാണ്. ഒരു ഭാഗത്ത് വർഗീയത മനുഷ്യർക്കിടയിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് വംശീയതയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്നു. മറുഭാഗത്ത് വേറൊരു ഭാഗത്ത് ഭാഷയുടെ പേരിൽ പോലും മനുഷ്യർ തമ്മിൽ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്ത് ജാതീയതയുടെ പേരിൽ മനുഷ്യർ പരസ്പരം കെട്ടുബന്ധം പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പോലെയുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരു ഭാഗത്ത് കൊലപാതകവും വ്യഭിചാരവും മദ്യപാനവും നിരന്തരം മനുഷ്യർക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസ്ഥ ആദ്യത്തെ സംസാരത്തിൽ ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്ത് അൻവർ അബൂബക്കർ സാഹിബ് വളരെ വിശദമായി വിവരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചർച്ചയിലേക്ക് കടന്നു വരും. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ പലപ്പോഴും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ അങ്ങേയറ്റം സ്വാർത്ഥനായി മാറിയിരിക്കുന്നു എന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. തുച്ഛമായ ലാഭത്തിന് വേണ്ടി, തുച്ഛമായ ചില പണത്തിന് വേണ്ടി സ്വന്തം മാതാവിന്റെ നെഞ്ചകം കീറിയെടുക്കാൻ പോലും മടി കാണിക്കാത്ത രൂപത്തിലുള്ള മക്കൾ ഈ ആധുനിക കാലഘട്ടത്തിൽ, സമീപ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്നു എന്നത് നമ്മളെ വളരെയധികം ഞെട്ടലോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ചില കവികൾ പറയുന്നത് എത്ര സത്യമാണ്. സ്വാർത്ഥത്തെ നേടാൻ സ്വതവത്ത നിൽക്കും മാഭാവിയേകൻ മധിമാൻ മനുഷ്യൻ. സ്വാർത്ഥത്തെ നേടാൻ സ്വതവത്തെ വിൽക്കും മാഭാവിയേകൻ മധിമാൻ മനുഷ്യൻ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവന്റെ സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് സ്വന്തത്തെ തന്നെ വിൽക്കാൻ, സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ കൊല്ലാൻ ഒരു മടിയും മനുഷ്യനില്ല. മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അവന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളയുമ്പോൾ, അവന്റെ ശരീരത്തെ ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ എന്താണ് ഈ ഭൂമുഖത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പോലും അവന് ബോധ്യപ്പെടുന്നില്ല. ഈ അടുത്താണല്ലോ, ഈ കഴിഞ്ഞ വർഷമാണല്ലോ, 2023 നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറയുന്ന പ്രദേശത്ത് കേരളക്കരയെ മുഴുവൻ, മലയാളി കൈരളിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായ സംഭവം ഉണ്ടായതായത്. ചാന്ദിനി എന്ന് പേരുള്ള വെറും 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, അസ്ഫാഖ് എന്ന് പേരുള്ള ഒരു ഉത്തരേന്ത്യക്കാരനായ ഒരു പുറത്തുള്ള മറ്റു സംസ്ഥാനത്തിൽ നിന്നൊരു അന്യ സംസ്ഥാന തൊഴിലാളിയായ അസ്ഫാഖ്, ചാന്ദിനി എന്നു പേരുള്ള അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകളെ, വെറും 5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയും ജ്യൂസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും ആ കുഞ്ഞിനെ വളരെ മോശമായ രൂപത്തിൽ ബലാത്സംഗത്തിനിരയാക്കി കൊന്നുകളയുകയും ഒരു ചാക്കിൽ കെട്ടി ആലുവ മാർക്കറ്റിന്റെ പിന്നിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വളരെ പൈശാചികമായ ഒരു പ്രവർത്തനത്തിന് കേരളക്കര സാക്ഷിയായി എന്നുള്ളതാണ്. ഇതൊരു പ്രശ്നമാണ്. സമാനമായ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കോടി രൂപയുടെ മദ്യമാണ്, ലഹരിയാണ് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് റീസെന്റ് ആയ കണക്കുകളെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ 2023, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ എറണാകുളം ജില്ലയിലെ കൊച്ചി തുറമുഖത്തിൽ വെച്ച് 25,000 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ഒരു കപ്പൽ അതിന്റെ അധികൃതർ പിടികൂടുകയാണ്, നിയമപാലകര് പിടികൂടുകയാണ്. നിരന്തരമായി കേരളക്കരയിലേക്ക് മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുവഴി തന്നെ നിരന്തരം ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, പുതിയ കണക്കനുസരിച്ച് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഒരു ദിവസം തന്നെ 42 മിനിറ്റുകൾ കൂടുന്തോറും ഇന്ത്യ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 32 വിദ്യാർത്ഥികൾ ആത്മഹത്യക്ക് വിധേയമാകുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ, ആഗോളാടിസ്ഥാനത്തിൽ നാം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ UNO പുറത്തുവിട്ട കണക്ക് പ്രകാരം, ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 7 ലക്ഷം ആളുകളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് തന്നെ കടന്നു വന്നാൽ, കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളിൽ, 30 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് ആത്മഹത്യാ ടെൻഡൻസി, അല്ലെങ്കിൽ ഇത്തരം ആത്മഹത്യാ പ്രവണത, സൂയിസൈഡ് ടെൻഡൻസി ധാരാളമായി കണ്ടുവരുന്നത്. ആ വിഷയത്തിൽ കേരളം ദക്ഷിണേന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് വളരെ ഞെട്ടലോടുകൂടി, അപകടത്തോടുകൂടി, വളരെ ബേജാറോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ പ്രശ്നങ്ങളെ കുറിച്ച് വാചാലനാവുകയല്ല ചെയ്യുന്നത്. പ്രശ്നങ്ങൾ, ഇത്തരം സമാനമായ ധാരാളം സംഭവങ്ങൾ നമുക്കിടയിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വർഗീയത, വംശീയത നിരന്തരമായി നമുക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കുമാരനാശാൻ, അദ്ദേഹത്തിന്റെ പേരറിയാത്ത ആരും ഇവിടെ ഉണ്ടാവുകയില്ലല്ലോ. കുമാരനാശാൻ അറിയപ്പെടുന്ന ഒരു മലയാളി കവിയാണ്. കുമാരനാശാന്റെ അറിയപ്പെടുന്ന ഒരു കവിതാ സമാഹാരത്തിന്റെ പേര് ദുരവസ്ഥ എന്നാണ്. അദ്ദേഹം അതിന് സ്വീകരിച്ച പേരാണ് ഏറ്റവും രസകരം, ദുരവസ്ഥ. വളരെ മോശമായ അവസ്ഥ. ആ ദുരവസ്ഥ എന്ന കാവ്യ സമാഹാരത്തിലൂടെ കുമാരനാശൻ മുന്നോട്ട് വെക്കുന്ന ചില വരികളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ടാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ഈ ജാതി കോമരങ്ങൾ.
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാതീയതയും വർഗീയതയും വംശീയതയും മനുഷ്യ മനസ്സുകളെ അങ്ങേയറ്റം ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരം കെട്ടുബന്ധങ്ങൾ പോലും വിച്ഛേദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്തരം ധാരാളമായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രതിദിനം നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, കൊല, ഇതൊന്നും നമ്മുടെ മനസ്സിനെ വേണ്ടത്ര ബേജാറാക്കുന്നു പോലുമില്ല, പേടിപ്പിക്കുന്നു പോലുമില്ല. കാരണം അതെല്ലാം വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടു. നമുക്കിടയിൽ അതൊരു സാധാരണ വാർത്തയായി. ഇത്തരം വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ യാതൊരുവിധ ഞെട്ടലും നമ്മളെ ബാധിക്കുന്നില്ല. എന്താണ് പരിഹാരം എന്ന ചോദ്യം വളരെ കൃത്യമാണ്. അവിടെയാണ് വേദഗ്രന്ഥങ്ങളുടെ പ്രസക്തി കടന്നു വരുന്നത്. ഞാൻ പറയുന്നത്, ഈ ചങ്ങരംകുളം മങ്ങാടിയുടെ റോഡിന്റെ വക്കിലൂടെ നമ്മൾ നടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ദേശീയപാതയാണല്ലോ, ഒരു നാഷണൽ ഹൈവേ ആണല്ലോ, വളരെ വേഗത്തിൽ വാഹനങ്ങൾ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ റോഡിനരികിലൂടെ, ഈ ചങ്ങരംകുളം മങ്ങാടിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ റോഡരികിൽ ഒരാൾ അപകടം പറ്റി രക്തം വാർന്ന് വീണ് കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് അയാളെ സമീപിക്കാം. ഒന്നെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് അയാളെ വാരിയെടുത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ ഒരു കാർ വിളിച്ചോ അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അയാളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താം. ഇനി ഇതല്ല, ആരാരും കാണാത്ത ഒരു വഴിയിൽ വാഹനാപകടം പറ്റി രക്തം വാർന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ അരികിൽ ചെന്ന് അയാളുടെ കയ്യിൽ അയാൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണവള, അല്ലെങ്കിൽ അയാളുടെ കഴുത്തിൽ അയാൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണമാല, അല്ലെങ്കിൽ അയാളുടെ കീശയിൽ അയാൾ സൂക്ഷിച്ചിരിക്കുന്ന അയാളുടെ പേഴ്സ് അപഹരിച്ചെടുക്കാനും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് രണ്ടും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റും. ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം പ്രസക്താണ്. അവിടെയാണ് മതം ഇടപെടുന്നത്, അവിടെയാണ് വേദഗ്രന്ഥങ്ങൾ ഇടപെടുന്നത്. എന്നാൽ ഇവിടെ താമക സംസാരത്തിൽ, ആദ്യ സംസാരത്തിൽ ബഹുമാന്യനായ അൻവർ അബൂബക്കർ സാഹിബ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ലിബറലിസം മനുഷ്യന്റെ മസ്തിഷ്കങ്ങളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ധാർമ്മികത മനുഷ്യനും വേണ്ടതില്ല. ഒരാളുടെ മനസ്സിൽ എന്താണോ എനിക്ക് നന്മ എന്ന് തോന്നുന്നത് അതാണ് അവന്റെ നന്മ, എനിക്കെന്താണോ തിന്മ എന്ന് തോന്നുന്നത് അതാണ് അവന്റെ തിന്മ. ധാരാളം ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണോ എങ്കിൽ അത് തിന്മയാണ്. വളരെ കുറച്ചാളുകൾക്ക് പ്രശ്നമുണ്ടാക്കുകയും ഒരുപാട് ആളുകൾക്ക് നന്മയുണ്ടാക്കുകയും ചെയ്യുന്ന വിഷയമാണോ, ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന വിഷയമാണോ എങ്കിൽ അത് നന്മയാണ്. ലിബറലിസം ധാർമ്മികതക്ക്, മൊറാലിറ്റിക്ക് നൽകിയ നിർവചനത്തെ കുറിച്ചാണ്, ഡെഫിനിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മതം അനിവാര്യമാണ് എന്ന് പറയുന്നത്. ഇത്തരം ഘട്ടത്തിൽ മതം അനിവാര്യമാണ്, വേദഗ്രന്ഥങ്ങൾ അനിവാര്യമാണ്. ആ അപകടം പറ്റി കിടക്കുന്ന മനുഷ്യനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നത് അവന്റെ മതമാണ്. അതല്ലാതെ അവന്റെ കയ്യിലുള്ള വാളയും മലയും എല്ലാം അപഹരിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവനുണ്ട്. അതെല്ലാം ചെയ്ത് പൈശാചികമായ തലത്തിലേക്ക് അധപ്പതിക്കാനും അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മതം അവനെ നിരന്തരം ധാർമ്മികത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേദഗ്രന്ഥങ്ങൾ അവനോട് നിരന്തരമായി ധാർമ്മികതയുടെ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നാം ജീവിക്കുന്ന നാട് ധാരാളം മതങ്ങൾക്കും ഇസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ജന്മം നൽകിയ മണ്ണാണ് ഭാരതം എന്ന് പറയുന്നത്. ഒരുപാട് മതങ്ങളുണ്ടല്ലോ ഇവിടെ, ഒരുപാട് ഇസങ്ങളുണ്ടല്ലോ ഇവിടെ, ഒരുപാട് ദർശനങ്ങളുണ്ടല്ലോ ഇവിടെ. ഈ ദർശനങ്ങൾക്കും ഈ മതങ്ങൾക്കും ആ മതങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കും മനുഷ്യനോട് ഇത്തരം പ്രതിസന്ധികളിൽ, ഇത്തരം ധാർമ്മികമായ ചുതികളിൽ, അധാർമികത കൊടികുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ എന്ത് പറഞ്ഞു കൊടുക്കാനുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് മതം ഇടപെടുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നാം ഭാരതീയരാണല്ലോ, നാം ഈ ഇന്ത്യക്കാരാണല്ലോ, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ മണ്ണിന്റെ മക്കളാണല്ലോ നമ്മൾ. ഈ രാജ്യത്തേക്ക് കടന്നു വന്ന, ഈ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിരുന്ന ഋഷിമാരും മുനിമാരും മഹർഷിമാരും ഈ ഭാരതത്തിലെ മക്കളെ പഠിപ്പിച്ച മഹത്തായ മാനവിക സൗഹാർദ്ദത്തിന്റെ സന്ദേശമുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ അത് ഇന്നും കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ അത് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ അത് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. വസുദൈവ കുടുംബകമാണത്. ഈ ഭൂമി നമ്മുടെ തറവാടാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാം പരസ്പരം ബന്ധുക്കളാണ് എന്ന മാനവിക സാഹോദര്യത്തിന്റെ വചനങ്ങളാണ്. ഇനി ആത്മാർത്ഥമായിട്ട് എന്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നുമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുള്ള നല്ലവരായ ഇതര മതസ്ഥരായ സഹോദരങ്ങളോട്, എല്ലാ മനുഷ്യരോടും
ശരീരത്തിലൂടെ, രക്തസിരകളിലൂടെ രക്തമോടുന്ന ശരീരത്തിൽ മജ്ജയും മാംസവും ഉള്ള പച്ചയായ മനുഷ്യർ അഭിസംബോധനം ചെയ്തിട്ട് ഞാൻ പറയാണ്, ഈ ആശയം ഉൾക്കൊള്ളുന്ന വസുദൈവ കുടുംബകം എന്ന് പറയുന്ന എന്ന സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന, ഈ ഭൂമി നമ്മുടെ തറവാടാണ് എന്നും ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാം പരസ്പരം ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ് എന്ന ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദുവിന് എങ്ങനെയാണ് ഇവിടെയുള്ള താടി വെച്ച നെരിയാണിക്ക് മുകളിൽ പാന്റ് കയറ്റി കൊടുത്ത് ദിനം 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് പ്രണാമം നമിച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനെ കാണുമ്പോൾ നിന്റെ നാശത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയുക? ഈ ആശയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദുവിന് എങ്ങനെയാണ് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയെ കാണുമ്പോൾ നിന്റെ നാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയുക? നാം ബൈബിളിലേക്ക് കടന്നു നോക്കുക. ക്രൈസ്തവ സഹോദരങ്ങൾ സത്യവേദ പുസ്തകമായി അംഗീകരിച്ച് വായിച്ചു പഠിച്ചു പോരുന്ന ജീവിത മാർഗമായി കൊണ്ടു നടക്കുന്ന സത്യവേദ പുസ്തകം എന്ന് വിശദീകരിക്കുന്ന അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ബൈബിൾ, ആ ബൈബിളിന്റെ പുതിയ നിയമം, അതിലെ മാർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിലേക്ക് നാം ഒന്ന് കടന്നു നോക്കുക. അതിൽ കാണാം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക. യേശുവിന്റെ അടുക്കൽ ഒരു ജ്ഞാനി വന്നുകൊണ്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളിൽ ക്രിസ്തു യേശു നൽകുന്ന മറുപടികളാണ്. അടിസ്ഥാനപരമായി ഒരുപാട് സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ 2-ാമത്തെ സന്ദേശമായിട്ട് ക്രിസ്തു യേശു പറയുകയാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക. ഈ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ സത്യക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള കാവി മുണ്ട് ധരിച്ച ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിയെ കാണുമ്പോൾ നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയുക? ഈ വിശ്വാസം ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു യഥാർത്ഥ സത്യക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു യഥാർത്ഥ മുസ്ലിമിനെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ജീവിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരായ സഹോദരങ്ങളെ നോക്കിയിട്ട്, മുസ്ലിംസിനെ നോക്കിയിട്ട് നിന്റെ സർവനാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയുക? കഴിയോ സഹോദരങ്ങൾ? ഇല്ല. ലോകത്തിന്റെ വിശ്വാചാര്യൻ ദിഗ്വിജയ് അന്തിമദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച മഹത്തായ മാനവിക സൗഹാർദ്ദത്തിന്റെ ഒരു ആശയമുണ്ട്. യാ അയ്യുഹന്നാസ് കുല്ലുകും മിൻ ആദം വആദം മിൻ തുറാബ്. സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്തിട്ട് പറയാൻ, മുസ്ലിങ്ങളെ എന്നല്ല, അറബികളെ എന്നല്ല വിളിക്കുന്നത്, എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് കുല്ലുകും മിൻ ആദം. എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് പറയുന്നു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന്, നിങ്ങൾ ആദമിൽ നിന്ന്, ആദിമ മനുഷ്യനായ ആദമിൽ നിന്ന്, വആദം മിൻ തുറാബ്, ആദമാകട്ടെ നിങ്ങൾ ഈ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയിലെ മണ്ണും കല്ലുണ്ടല്ലോ, അതിൽ നിന്ന് നോക്കൂ. നിങ്ങൾ എത്രത്തോളം മാനവികമായ സൗഹാർദ്ദത്തിന്റെ വരികളാണ് എന്ന് നോക്കൂ, പരാമർശമാണ് എന്ന് നോക്കൂ. സർവ്വ മനുഷ്യരെയും അഭിസംബോധനം ചെയ്തിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് കുല്ലുകും മിൻ ആദം വആദം മിൻ തുറാബ്. മനുഷ്യരെ, വിഭാഗീയത നിങ്ങൾക്കിടയിൽ തളം കെട്ടി നിൽക്കാൻ പാടില്ല. മനുഷ്യരെ, വർഗീയത നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യരെ, വർഗവിവേചനം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാകണമെന്നാണ് ലോകത്തിന്റെ വിശ്വാചാര്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാം ആദമിൽ നിന്ന്, ആദമാകട്ടെ ഈ മണ്ണിൽ നിന്ന് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞ അതിമഹത്തരമായ ഒരു വചനമുണ്ട്. ആ വചനമാണ് ഈ കഴിഞ്ഞ 2021 വേൾഡ് കപ്പ് നടന്ന സമയത്ത്, 2022 ഖത്തറിലെ ഇന്ത്യൻ ലോക ഫുട്ബോൾ മാച്ച് നടന്ന സമയത്ത്, ലോക ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന സമയത്ത്, വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഉറക്കെ മുഴങ്ങിക്കേട്ടത് ഓനിമൽ മുഫ്ത എന്ന് പറയുന്ന വെറും ഇപ്പോൾ 23 വയസ്സുള്ള, ഇപ്പോൾ 22 വയസ്സുള്ള ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന സമയത്ത്, ചടങ്ങ് നടക്കുന്ന സമയത്ത് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഓനിമൽ മുഫ്ത എന്ന് പറയുന്ന അരക്ക് താഴെ ശേഷിയില്ലാത്ത ഒരു ഖത്തരി യുവാവ് ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് ആരാണ്? മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു കറുത്ത വംശജനായ, ലോകമെന്ന് കറുത്തു എന്നതിന്റെ പേരിൽ, കറുത്ത വംശജനാണ് എന്നതിന്റെ പേരിൽ മാർജിനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ആ ആഫ്രിക്കൻ വംശജനായ മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന ഒരാൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അഭിസംബോധനം ചെയ്യുന്നതും കൈകൊടുത്ത് സംസാരിക്കുന്നതും ലോകം മുഴുവൻ കേൾക്കുന്നതും ആർക്കിടയിലുള്ള സംഭാഷണമാണ്. 22 വയസ്സുള്ള ഓനിമൽ മുഫ്ത എന്ന് പറയുന്ന ഖത്തരി യുവാവ്. ഓനിമൽ മുഫ്തയോട് മോർഗൻ ഫ്രീമാന്റെ ചോദ്യമാണ്, ലോകത്ത് വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്, ഈ മനുഷ്യരെ മുഴുവൻ എങ്ങനെയാണ് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക? ആ ചോദ്യത്തിന്
ഓലിമൽ മുഫ്താ എന്ന് പറയുന്ന ആ യുവാവ് നൽകുന്ന മറുപടി ഏതെങ്കിലും ഉട്ടോപ്പിയൻ ആശയങ്ങളിൽ നിന്ന് കടമെടുത്ത തോമസ് മൂറിന്റെ സംസാരമല്ല. ആ സംസാരം എന്തായിരുന്നു? ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമാണ്. പരിശുദ്ധ ഖുർആനിന്റെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും മജ്ജയും മാംസവുമുള്ള സർവ്വ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി വേർതിരിച്ചത് ഗോത്രത്തിന്റെ പേരിൽ മഹിമ നടിച്ച് രക്തം ചിന്താനോ വർഗത്തിന്റെ പേരിൽ തമ്മിലടിച്ച് ചേരി തിരിയാനോ വേണ്ടിയല്ല. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി വേർതിരിച്ചത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, തീർച്ചയായും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ തൊലി വെളുത്തവനല്ല, തൊലി കറുത്തവനല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ രോദനം പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകൾ തന്നെ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം പിറവി കൊള്ളാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പിറവി കൊള്ളാനുണ്ടായ സാഹചര്യം എന്താണ്? ഇപ്പോ നാം ഫാഷിസ്റ്റ് ഇറ്റലിയിലേക്ക് തന്നെ ഒന്ന് നോക്കുക. 924 അധികാരത്തിലേക്ക് കയറി വന്ന ഒരാളായിരുന്നു നാഷണൽ ഫാഷിസ്റ്റ് പാർട്ടിയുടെ മേധാവിയായിരുന്ന ബെനിറ്റോ മുസോളിനി. അദ്ദേഹം അധികാരം കയ്യിൽ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചെയ്തൊരു പണി എന്തായിരുന്നു? ആഫ്രിക്കൻ വംശജരായ ആളുകൾക്കിടയിലേക്ക് എത്യോപ്യയിലേക്കും ലിബിയയിലേക്കും ഒരുപാട് ഇറ്റലിക്കാരെ പറഞ്ഞയക്കുകയും അവിടെ കോളനിവൽക്കരണം നടത്തുകയും അത് താൻ പിടിച്ചെടുക്കുകയും കറുത്ത വർഗക്കാരോട് വിദ്വേഷം വെച്ച് പുലർത്തുകയും വെറുത്ത വർഗക്കാർക്ക് കറുത്ത വർഗക്കാർക്ക് മേലിൽ അധികാരം സ്ഥാപിക്കാമെന്നുള്ള ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, പൊട്ടൻ സിദ്ധാന്തങ്ങൾ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ബെനിറ്റോ മുസോളിനി ചെയ്തത്. ഞാൻ പറയുന്നത് അത്രത്തോളം മോശമായ രീതിയിൽ വർഗവിവേചനം, വർണ്ണവിവേചനം, റേസിസം നമുക്കിടയിൽ, നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ വിശുദ്ധ ഖുർആൻ ലോകത്ത് വേദപ്രമാണങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അന്തിമ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി വേർതിരിച്ചത് കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ തമ്മിൽ തല്ലാനോ വിവേചനം കാണിക്കാനോ അല്ല, പരസ്പരം ചേരി തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനം നിങ്ങളിൽ നിന്ന് കറുത്തവനോ വെളുത്തവനോ ധനികനോ പാവപ്പെട്ടവനോ അല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ആദരണീയനാണോ അല്ല അധമനാണോ എന്ന് പരിശോധിക്കുന്നത് നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ധർമ്മനിഷ്ഠയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് ലോകമാനവികതയെ കുറിച്ച് അന്തിമ വേദഗ്രന്ഥമായ ദൈവിക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ പറയാനുള്ളത്. ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ദുനിയാവ് ആസ്വദിക്കാൻ കഴിയുന്നത്? ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം വിശദീകരിക്കാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഉറങ്ങിക്കിടക്കണം എന്ന് വിചാരിക്കുക. നമ്മുടെ റൂമിൽ നമ്മൾ ഉറങ്ങിക്കിടക്കണം. പെട്ടെന്ന് നമ്മൾ കണ്ണു തുറക്കും. ഞാൻ സ്വപ്നത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്, യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ റൂമിൽ ഉറങ്ങിക്കിടന്ന് നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു ആഡംബര സൗകര്യങ്ങളുള്ള ഒരു ബോയിങ് വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിന്റെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ആ വിമാനത്തിലുള്ള എയറോസ്ട്രസ് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, വളരെ സിൻസിയർ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ ആളുകളും വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഹൃദയത്തിലാക്കി ആ ചോദ്യത്തൊന്ന് ചേർത്ത് വെക്കുക. എന്നിട്ടൊന്ന് ചോദിക്കുക, ആ ഭക്ഷണം ആസ്വദിക്കാൻ നമുക്ക് പറ്റുമോ? ആ ഭക്ഷണ പദാർത്ഥം ആസ്വദിക്കാൻ നമുക്ക് പറ്റുമോ? ആ ശീതീകരിച്ചിരിക്കുന്ന ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ആ ഭക്ഷണം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ചില അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതെന്നാണ്, എങ്ങനെ ഞാൻ ഇവിടെ എത്തി? എന്റെ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടന്ന ഞാൻ ഇവിടെ എങ്ങനെ എത്തി? ആരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ വിമാനത്തിലേറി ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി നമുക്ക് തൃപ്തികരമാകാതെ ആ ഭക്ഷണം ആസ്വദിക്കാൻ നമുക്ക് കഴിയൂല. പേരിൽ നമ്മളതിങ്ങനെ വാരിക്കോരി തിന്നു.
അല്ലാതെ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ചിന്ത മുഴുവൻ കിടക്കുന്നത് ആ ചോദ്യങ്ങളിലാണ്. ഇങ്ങനെയാണ് നമ്മൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് എത്തിപ്പെട്ടെങ്കിൽ, ഇവിടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളിലെ ആരാണ് ഞാൻ, എവിടെ നിന്നാണ് ഞാൻ വന്നത്, എവിടേക്കാണ് ഞാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ഇവിടെ ജീവിക്കേണ്ടത്? മരണാനന്തരം മരിച്ചുപോയ മനുഷ്യരാരും തിരിച്ചു വരുന്നതായി കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ മരണപ്പെട്ടു പോയ മനുഷ്യരെല്ലാം എവിടേക്കാണ് പോകുന്നത്? ഈ ഭൂമി ലോകത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യർക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന, അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ, പീഡനങ്ങളിൽ അവർക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വേണ്ടതില്ലേ? മനുഷ്യന്റെ സ്വാഭാവികമായ തേട്ടമാണ്. ആ തേട്ടത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾ നിരന്തരമായി മനുഷ്യകുലത്തോട് ചോദിക്കപ്പെട്ടപ്പോഴാണ് ദർശനങ്ങൾ ഉടലെടുത്തത് എന്നാണ് തത്വശാസ്ത്രങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദർശനം ധാരാളമായി നമ്മൾ കേട്ട ഒരു പ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗത്തിന്റെ ആ ഒരു സംസ്കൃത പദത്തിന്റെ ഭാഷാർത്ഥം എന്നറിയോ? കാഴ്ച എന്നാണ്. എന്നാൽ സാങ്കേതിക അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ സാങ്കേതിക അർത്ഥം ഈ പ്രപഞ്ചത്തെയും മനുഷ്യന്റെയും ആന്തരികമായ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം. അതാണ് ദർശനം എന്നതിന്റെ സാങ്കേതിക അർത്ഥം. അതായത് ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നോണമാണ് ദർശനങ്ങൾ ഉടലെടുത്തത് എന്ന് ഭാരതീയ സാഹിത്യങ്ങളും അതുപോലെ തന്നെ തത്വശാസ്ത്ര സംഹിതകളും ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദർശനങ്ങൾ ഉടലെടുത്തു വന്നത് ഈ രൂപത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ഒരു യാത്രക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ വേദഗ്രന്ഥങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ സ്പഷ്ടമായ ഉത്തരം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം ഒരു സ്വയംഭൂവാണോ? ഈ പ്രപഞ്ചം ക്രിയേറ്റഡ് ബൈ ചാൻസ്, തീർത്തും യാദൃച്ഛികമായിട്ടുണ്ടായ ഒന്നാണോ? അല്ലല്ലോ. ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിരീക്ഷിക്കുന്ന, പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ കാണുന്ന കൃത്യമായ രീതിയിലേക്ക് പ്രപഞ്ചമാകുമായിരുന്നില്ല. ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടല്ലോ. സയൻസിന്റെ ബാലപാഠം പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളെല്ലാം അകന്നുകൊണ്ടിരിക്കുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗാലക്സി മിൽക്കി വേ, നമ്മുടെ തൊട്ടടുത്തുള്ള ഗാലക്സി ആൻഡ്രോമിഡ. ഈ ഗാലക്സി പരസ്പരം ഇവർ നൈബർ ഗാലക്സികളാണ്, അയൽ ഗാലക്സികളാണ്. നമ്മുടെ ഗാലക്സിയും ആൻഡ്രോമിഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമിഡ ഗാലക്സിയും തുടങ്ങി സമാനമായി കോടിക്കണക്കിന് ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു കറുത്ത പുള്ളികളുള്ള വെളുത്ത ബലൂൺ ഊതി ണെങ്കിൽ അതിലെ പുള്ളികളെല്ലാം എപ്രകാരമാണോ അകലുക, അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഗാലക്സികൾ അകലുന്നു എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ പി ഹബിളാണ്. എഡ്വിൻ പി ഹബിളിന്റെ ഈ തത്വശാസ്ത്ര പ്രകാരം അദ്ദേഹം മുന്നോട്ട് വെച്ച എക്സ്പാൻഡിംഗ് തിയറി ഓഫ് ദ യൂണിവേഴ്സ്, അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഗാലക്സികൾ തമ്മിലുള്ള വികാസത്തെ കുറിച്ചുള്ള പഠനം എത്തിച്ചേരുന്നത് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നതിലേക്കാണ്. ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. സരളമായ രീതിയിൽ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. ഗാലക്സികൾ എല്ലാം അകന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സമയം മുന്നോട്ട് പോകും തോറും, ടൈമിലൂടെ നാം മുന്നോട്ട് സഞ്ചരിക്കും തോറും ഗാലക്സികളെല്ലാം അകലുകയാണെങ്കിൽ, സമയത്തിലൂടെ പിന്നോട്ട് തന്നെ നാം തിരിച്ചു വരികയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഗാലക്സികളെല്ലാം ഒന്നായി നിന്ന് ഒരു സമയം ഉണ്ടാകും. അതിനെയാണ് നാം സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വെച്ച അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കാനോ നിരാകരിക്കാനോ ഇവിടുത്തെ ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. ശാസ്ത്രമാണ് ഞങ്ങളുടെ മതം എന്ന് വിശ്വസിച്ച് നടക്കുന്ന സയന്റിസത്തിന്റെ, ശാസ്ത്രവാദത്തിന്റെ ആളുകളുണ്ടല്ലോ, ഞാൻ അവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇതൊരു ഫാക്റ്റാണ്. ഇത് വളരെ അടിസ്ഥാനപരമായ ചില തത്വങ്ങളാണ്. പ്രപഞ്ചത്തിൽ ഗാലക്സികൾ അകലുന്നു എന്നാണെങ്കിൽ സമയത്തിലൂടെ പിന്നോട്ട് സഞ്ചരിച്ചാൽ ആ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ ഇല്ലാതിരിക്കുക? ഇനി തുടക്കക്കാരൻ ഇല്ല എന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? 4 പോസിബിലിറ്റീസ് മാത്രമാണ്, 4 സാധ്യതകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ നമുക്ക് പറയാൻ പറ്റണം പ്രപഞ്ചം ക്രിയേറ്റഡ് ഫ്രം നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറയാൻ പറ്റണം. എന്താണ് ഒന്നുമില്ലായ്മ? അബ്സല്യൂട്ട് നത്തിങ്നെസ്, സമ്പൂർണമായ ഒന്നുമില്ലായ്മ. വിശദീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അത് കഴിയില്ല എങ്കിൽ പിന്നെ രണ്ടാമത്തെ സാധ്യത എന്താണ്? പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയണം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം ഇവിടെ പ്രപഞ്ചം ഉണ്ടാകണ്ടേ? ആ സാധ്യതയും ഇല്ലോജിക്കാണ്, ഇറാഷണൽ ആണ്, തള്ളിക്കളയേണ്ടി വരും. എങ്കിൽ പിന്നെ മൂന്നാമത്തെ സാധ്യത എന്താണ്?
സൃഷ്ടിക്കപ്പെട്ട എന്തോ ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും മറു ചോദ്യം വരും, സൃഷ്ടിക്കപ്പെട്ട എന്തോ ഒന്നാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ടതിനെ ആരാണ് സൃഷ്ടിച്ചത്? അതിനെ വേറൊരു ശക്തി സൃഷ്ടിച്ചു. എങ്കിൽ അതിനെ ആരാണ് സൃഷ്ടിച്ചത്? അതിനെ വേറൊരു ശക്തി സൃഷ്ടിച്ചു. ഇത് ഇൻഫിനിറ്റ് ആയിട്ടാണ് ഇങ്ങനെ തുടർന്നു പോകും. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു 10 രൂപ ചോദിച്ചു. അയാൾ എനിക്കൊരു 10 രൂപ തരാൻ സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു സദസ്സിലുള്ള ആദ്യത്തെ ആളോട് ചോദിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല, അപ്പുറത്തെ ആളോട് ചോദിക്കണം. ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എനിക്ക് ആ 10 രൂപ കയ്യിൽ കിട്ടോ? കിട്ടൂല. ആരോടും ചോദിക്കാതെ സ്വയം പര്യാപ്തമായിട്ട് കീശയിൽ നിന്ന് 10 രൂപ എടുത്തു തരാൻ കഴിയുന്ന ഒരാളുടെ അടുത്ത് എത്തുന്നത് വരെ എനിക്ക് ആ പണം കിട്ടൂല. ഇത് ഇൻഫിനിറ്റ് ആയി തുടർന്നു പോകും. അപ്പൊ സ്വന്തമായി പണം എടുത്തു തരാൻ കഴിയുന്ന ഒരാളുടെ അടുത്തെത്തണം. അതാണ് സൃഷ്ടിക്കപ്പെടാത്ത സർവ്വകാരണങ്ങൾക്കും അതീതനായ ഒരു ശക്തി പ്രപഞ്ചത്തിന്റെ പിന്നിലുണ്ട്. ഇതാണ് ലോജിക്, ഇതാണ് യുക്തി, ഇത് അംഗീകരിച്ചേ തീരൂ. ഇത് അടിസ്ഥാന തത്വമാണ്. ഞാനിവിടെ പറഞ്ഞത് ശാസ്ത്രത്തിന്റെ ഭാഷയും വിശദീകരണവുമാണെങ്കിൽ മതവേദ ഗ്രന്ഥങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു ചെന്ന് നോക്കുക. മതവേദ ഗ്രന്ഥങ്ങളുടെ അന്തസത്തയിലേക്ക് നാം മൂടിയിട്ടിറങ്ങുമ്പോൾ, അതിന്റെ ആത്മാവിനെ സ്വാംശീകരിക്കാൻ നാം ശ്രമം നടത്തുമ്പോൾ, ഏകനായ ഒരു ദൈവത്തെക്കുറിച്ചും അവന്റെ അസ്തിത്വത്തെക്കുറിച്ചും നിരന്തരമായി വേദഗ്രന്ഥങ്ങൾ സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ വേദപ്രമാണങ്ങളെ തന്നെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഇവിടെ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന 3 പ്രസിദ്ധ മതങ്ങളാണല്ലോ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മത ദർശനങ്ങൾ. ഇവിടെ ഹൈന്ദവ ദർശനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രധാനമായും അറിയപ്പെടുന്നത് 2 രൂപത്തിലാണ്. ഹൈന്ദവ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിരിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് സ്മൃതികളും മറ്റൊന്ന് ശ്രുതികളും. ശ്രുതികളും സ്മൃതികളും. ശ്രുതി എന്ന സംസ്കൃത പദത്തിന്റെ ഭാഷാ അർത്ഥം കേൾവി എന്നാണ്, ശ്രവിക്കപ്പെട്ടത് എന്നാണ്. എന്നാൽ അതിന്റെ സാങ്കേതിക അർത്ഥം എന്താണ്? ഋഷിമാരെല്ലാം അവരുടെ ആത്മീയമായ ചിന്തകളിൽ മുഴുകിയ സമയത്ത് അവർക്കുണ്ടായ ദൈവദത്തമായ ഉൾവിളികളെയാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സ്മൃതി. സ്മൃതി എന്ന സംസ്കൃത പദത്തിന്റെ ഭാഷാർത്ഥം ഓർമ്മ എന്നാണ്. അതിന്റെ സാങ്കേതിക അർത്ഥം എന്താണ്? ഋഷിമാർ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയ ഗ്രന്ഥങ്ങൾ, അതാണ് സ്മൃതികൾ. ശ്രുതി ഗ്രന്ഥങ്ങളാണ് ഏറ്റവും പ്രാമാണികമായി കണക്കാക്കപ്പെടുന്നത്. ശ്രുതി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് 4 അടിസ്ഥാന വേദങ്ങളാണ്. ചതുർവേദങ്ങൾ, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവ വേദാദികൾ. മറ്റൊന്നാണ് അതിന്റെ അന്ത്യം എന്ന നിലക്ക് നിലനിൽക്കുന്ന വേദാന്തം, അതായത് ഉപനിഷത്തുക്കൾ. ഇന്ന് ഉപലബ്ധമായത് 108, ഉപലബ്ധമായത് പ്രധാനമായും 108 ഉപനിഷത്തുക്കളാണ്. ആ ഉപനിഷത്തുക്കൾക്കും ശേഷം കടന്നു വരുന്നതാണ് ബ്രാഹ്മണങ്ങൾ, പിന്നെ വരുന്നതാണ് ആരണ്യകങ്ങൾ, പിന്നെ വരുന്നതാണ് വേദാന്തങ്ങൾ. മറ്റൊന്നാണ് സ്മൃതികൾ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, അതായത് രാമായണവും മഹാഭാരതവും. പിന്നെ വരുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത, പിന്നെ വരുന്നതാണ് പുരാണങ്ങൾ, പിന്നെ വരുന്നതാണ് മനുസ്മൃതി. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ അകപ്പെടുന്നു, ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നാം ക്രൈസ്തവ മതത്തിലേക്കൊന്ന് കാലെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി വേദങ്ങളായി നാം വായിക്കുന്നതും നോക്കുന്നതും ഏതിനെയാണ്? പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ ബൈബിളിനെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ദൈവിക മാർഗദർശനത്തെ നാം ഒന്ന് വിധേയമാക്കി നോക്കുക, പഠനത്തിന് വിധേയമാക്കി നോക്കുക. അവിടെ നാം കാണുന്നത് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ്? ഖുർആനും ഹദീസുമാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷത്തെ കാലഘട്ടം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു കൊടുത്ത ദൈവികമായ ഉത്ബോധനങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഇനി അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ് ഈ വിഷയ സംബന്ധമായി പറയുന്നത് എന്ന് നമുക്കൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള കാരണത്തെ തേടുന്നതായിട്ടുള്ള കൃത്യമായ വചനങ്ങൾ ഭാരതീയ വേദപ്രമാണങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശ്വേതശതരോപനിഷത്ത് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ഉപനിഷത്താണ്. ശ്വേതശതരോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം തന്നെ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കിം കാരണം ബ്രഹ്മകുലസ്മജാത ജീവാമകേന കുചസംപ്രതിഷ്ഠ അധിഷ്ഠിതാകേന സുഖേതരേഷു വതാമഹേ ബ്രഹ്മവിദോ വ്യവസ്ഥാം. അല്ലയോ മഹർഷിമാരെ, സമസ്ത ജഗത്തിനും കാരണം ആരാണ്? ബ്രഹ്മമാണ്. നാം എല്ലാവരും ഏതിൽ നിന്നാണ് ഉൽപ്പന്നമായിട്ടുള്ളത്? ആരുടെ പ്രഭാവത്താലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം എല്ലാവരും ഏതിലാണ് സംപ്രതിഷ്ഠമായിട്ടിരിക്കുന്നത്? നമ്മുടെ എല്ലാം സുഖദുഃഖങ്ങൾ ആരുടെ വ്യവസ്ഥിതി അനുസരിച്ചാണ് ഇരിക്കുന്നത്? ഇങ്ങനെ നിരന്തരമായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് പിന്നിൽ ഒരു സ്രഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ശ്വേതശതരോപനിഷത്തിന്റെ അടിസ്ഥാന സാരമെങ്കിൽ, അടിസ്ഥാനപരമായ അധ്യാപനമെങ്കിൽ,
ബൈബിളിലും സമാനമായ വചനങ്ങൾ യേശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ ആകാശത്തിന്റെ പിന്നിലുള്ള കാരണം ആരാണ്? ഈ ഭൂമിയുടെ പിന്നിലുള്ള കാരണം ആരാണ്? ആരാണ് ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ചത്? ആരാണ് ഭൂമിയെ ഇങ്ങനെ സംവിധാനിച്ചത്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അന്തിമമായ ദൈവിക വേദഗ്രന്ഥത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് നോക്കുക. മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട്, ചിന്താമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അവന്റെ ദിശനാമണ്ഡലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഖുർആനിന്റെ 88ാമത്തെ അധ്യായം സൂറത്തുൽ ഹാഷിയ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അവൻ ആകാശത്തിന്റെ നേരെ നോക്കുന്നില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിന്റെ നേർക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഒട്ടകം എന്ന് പറയുന്നത് മരുഭൂമിയിൽ വളരെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗം തന്നെയാണല്ലോ. മരുഭൂമിയിൽ പെട്ടെന്ന് കൊടുങ്കാറ്റടിച്ചപ്പോ, മണൽക്കാറ്റടിച്ചപ്പോ മണൽത്തരികളൊക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി പെട്ടെന്ന് ഒരു രൂപമായി മാറിയതല്ലല്ലോ ഒട്ടകം എന്ന് പറയുന്നത്. മരുഭൂമി എന്ന ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ രൂപത്തിൽ ആരാണ് ഇതിനെ സംവിധാനിച്ചത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കണം, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് 600 കിലോഗ്രാം വരെ ഭാരം ചുമന്നുകൊണ്ട്, 6 കിൻഡൽ 600 കിലോഗ്രാം വരെ ഭാരം ചുമന്നുകൊണ്ട് 1 മണിക്കൂറിൽ തന്നെ 13 മുതൽ 16 വരെ കിലോമീറ്റർ വേഗതയിൽ ഒട്ടകങ്ങൾക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 1.5 കിലോമീറ്റർ അപ്പുറത്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ സാന്നിധ്യം മണത്തറിയാൻ ഒട്ടകങ്ങൾക്ക് കഴിയുമെന്നാണ്. ആരാണ് മരുഭൂമി എന്ന ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ രൂപത്തിൽ ആ ഒട്ടകത്തെ സംവിധാനിച്ചത്? പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ ഭൂമിയിൽ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മുടെ ഭൂമിയിലുള്ള ഈ കോണ്ടിനെന്റലുകൾ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഈ പ്ലേറ്റ്സുകൾ, ആ പ്ലേറ്റ്സുകളെ അത് തെന്നിപ്പോകാത്ത രൂപത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പർവ്വതങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റുകൾ സംഭവിക്കുമെന്നാണ് ശാസ്ത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാണ് പർവ്വതങ്ങളെ ഇവിടെ മനുഷ്യൻ അനുയോജ്യമായ രൂപത്തിൽ ഈ ഭൂമി ലോകത്ത് സ്ഥാപിച്ചു കൊടുത്തത്? ആകാശത്തേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെ അവന് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെ അവന് വേണ്ടി വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഓരോന്നിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി അവനോട് തന്നെ സംവദിക്കും. എന്നിട്ട് അവനോട് തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇതെങ്ങനെയാണ് ആരും ഉണ്ടാകാതെ ഒന്നുമില്ലായ്മയിൽ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അതാണ് വേദഗ്രന്ഥങ്ങളെല്ലാം ഏകനായ ഒരു സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സ്രഷ്ടാവിനെ ഇസ്ലാം വിളിക്കുന്ന പേരാണ് സഹോദരങ്ങളെ അല്ലാഹു എന്നത്. പലപ്പോഴും ഇവിടെയുള്ള ഇതര മതസ്ഥരായ സഹോദരങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയായിരിക്കാം മുസ്ലിങ്ങളുടെ ആരാധ്യന്റെ പേരാണ് അല്ലാഹു എന്നത്. അല്ല, അല്ലേ അല്ല. അല്ലാഹു എന്ന ആ ഒരു പേര്, ആ ഒരു പ്രയോഗം, ഇസ്മുൽ ജലാലത്ത്, മഹത്വമുള്ള നാമം എന്ന് നാം അറബിയിൽ പ്രയോഗിക്കുന്ന ആ ഒരു പേര്, ആ സംജ്ഞ, അത് കടന്നു വന്നത് തന്നെ എങ്ങനെയാണ്? അറബി അക്ഷരമാലയിലെ അലിഫ് ലാം എന്ന അക്ഷരങ്ങൾ ഇലാഹി എന്ന പ്രയോഗത്തിലേക്ക് ചേർന്നിട്ടാണ്. എന്താണ് ഇലാഹി എന്നതിന്റെ അർത്ഥം? ആരാധ്യൻ എന്നാണ്. ആരാധ്യൻ എന്നാണ്. അതിലേക്ക് അറബി അക്ഷരമാലയിലെ അലിഫും ലാമും ചേർപ്പോൾ അൽ ഇലാഹി എന്നായി മാറുന്നു. അതായത് അല്ലാഹു, യഥാർത്ഥ ആരാധ്യൻ, ദ ഗോഡ് എന്ന് നാം ഇംഗ്ലീഷിൽ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. നാം ഇവിടെ കാർ എന്ന് പ്രയോഗിച്ചാൽ അത് ഏത് കാറും ആകാം. എന്നാൽ ദ കാർ എന്ന് പറഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയ ഒരു പ്രത്യേകമായ കാറിനെ കുറിച്ചാണ് നാം പറയുന്നത്. ഇവിടെ ഗോഡ് എന്ന് പറയുമ്പോൾ, ഇലാഹ് എന്ന് പറയുമ്പോൾ അത് ഏത് ആരാധ്യനുമാകാം. അൽ ഇലാഹി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ ആരാധ്യനാണ്. അതാണ് അല്ലാഹു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥ ആരാധ്യൻ. പലപ്പോഴും ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തേക്ക് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പുതിയ നാമമാണ് അല്ലാഹു എന്നത്. അല്ല, ലോകത്തേക്ക് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആ സമൂഹത്തോട് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള കാരണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം പറഞ്ഞപ്പോൾ അവർ പ്രയോഗിച്ചതും അവർ പരിചയപ്പെടുത്തിയതും പറഞ്ഞതും അല്ലാഹു എന്ന് തന്നെയാണ്. നമ്മളൊന്ന് ബൈബിൾ തന്നെ എടുത്തു നോക്കാം. ഇപ്പൊ ബൈബിളിന്റെ അറബിക് വേർഷൻ, അറബിക് ടെക്സ്റ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മലയാളം ബൈബിളിലെ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വചനം നാം വായിക്കുന്നത് എന്താണ്? മലയാളം ബൈബിളിലാണെങ്കിൽ നാം ഇങ്ങനെ വായിക്കും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നാം ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോയാൽ കാണാം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ എർത്ത് ആൻഡ് ദ ഹെവൻസ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി നാം അറബി ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഫിൽ ബദ്ഇ
ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ. ആദിയിൽ ദൈവം എന്നതിന് പ്രയോഗിച്ചിരിക്കുന്നത് ആദിയിൽ അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ സാക്ഷാൽ ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇസ്ലാം പറയുന്ന പേരാണ് അല്ലാഹു എന്നത്. ആ അല്ലാഹു ഏകനാണ് എന്നാണ് ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ പറയുന്നത്. പരകോടി ദൈവങ്ങളെ കുറിച്ചോ തൃത്വത്തെ കുറിച്ചോ അല്ല ഇസ്ലാം സംസാരിക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവൻ ഏകനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 3-1 എന്നറിയപ്പെടുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. നിഷ്കളങ്കത എന്നാണ് അതിന്റെ അർത്ഥം. 112-ാമത്തെ അധ്യായം, 4 വചനങ്ങളേ ഉള്ളൂ. അതിൽ അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുന്ന കാര്യം അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ നിരാശയനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവില്ല പുത്രനില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ സമന്മാരായ ലോകത്ത് ആരും തന്നെയില്ല എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏകനായ ദൈവത്തെ കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 2 ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഖുർആനിന്റെ മറ്റൊരു ചോദ്യമാണ്. 21-ാമത്തെ അധ്യായം, പരിശുദ്ധ ഖുർആനിന്റെ 21-ാമത്തെ അധ്യായം, സൂറത്തുൽ അംബിയാ 22-ാമത്തെ വചനം, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ അവ രണ്ടും തകരാറിലായി പോകുമായിരുന്നു എന്ന്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. ആ ഏകനായ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് തന്നെയാണ് വേദപ്രമാണങ്ങൾ സംസാരിച്ചത്. പലപ്പോഴും പരദേവതാ സങ്കല്പങ്ങളെ കുറിച്ചും ബഹുദൈവാരാധനയെ കുറിച്ചും അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തെ കുറിച്ചുമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതിനനുകൂലമായി ചരിത്രം എഴുതുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ചില ഭൗതികവാദികളായ ആളുകൾ രൂപപ്പെടുത്തിയെടുത്ത ചരിത്രത്തെയും അവർക്ക് അനുകൂലമായി അവർ രചിച്ച ചരിത്ര സിദ്ധാന്തങ്ങളെ കുറിച്ചുമാണ്. ചില ആളുകൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെയുള്ള ജന്തു ജീവജാലങ്ങളെയും മറ്റു ആകാശഗോളങ്ങളെയും മനുഷ്യൻ നിരീക്ഷിച്ചപ്പോൾ അവയ്ക്കെല്ലാം എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് എന്ന് മനുഷ്യന് തോന്നുകയും പിന്നെ ആ പ്രത്യേകതകളെല്ലാം കണ്ട് അവയോട് പ്രത്യേകമായ ആദരവ് തോന്നുകയും ആ ആദരവ് മൂത്ത് മനുഷ്യന് അവയെ ആരാധിക്കാനുള്ള ഒരു മനോഭാവം രൂപപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെയാണ് ആരാധനയുണ്ടായത്, ദൈവത്തോടുള്ള പ്രാർത്ഥനയുണ്ടായത്. പിന്നീട് ഈ ഒരുപാട് ദൈവവിശ്വാസം, ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസം അത് പരിണമിച്ച് അതിന്റെ ഊർത്തിഭാവമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നു എന്നാണ് ലെവിസ് ഹെൻറി മോർഗനെ പോലെയുള്ള, അതുപോലെ തന്നെ ഗോർഡൻ ചൈൽഡിനെ പോലെയുള്ള ചില ചരിത്രകാരന്മാരെല്ലാം സിദ്ധാന്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇത്തരം സിദ്ധാന്തത്തെയും ഇത്തരം ചരിത്രാധ്യാപനങ്ങളെയും അടിയോടെ വേരറുത്തുകൊണ്ട് വിയന്ന യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം തലവനായ W. ഷ്മിറ്റ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദ ഒറിജിൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ് റിലീജിയൻ. മതങ്ങളുടെ ഉത്ഭവവും മതത്തിന്റെ ഉത്ഭവവും അതിന്റെ വ്യാപനവും അതിന്റെ വളർച്ചയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിലൂടെ W. ഷ്മിറ്റ് കൃത്യമായി നിർവചിച്ചു. ഇന്നും നിങ്ങൾക്കത് ഗൂഗിൾ അവൈലബിൾ ആണ്, നിങ്ങളത് പരിശോധിച്ച് നോക്കിയാൽ മതി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പുരാതന നാഗരികതകളും പുരാതന സംസ്കാരങ്ങളും നാം പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസം ഏകദൈവ വിശ്വാസമായിരുന്നു. ഇന്ത്യ ചരിത്രം, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കുക നമുക്ക് സാധ്യമല്ല. സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാഠാധ്യായങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച്, സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ആ സംസ്കാരങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസം ഏകദൈവ വിശ്വാസമായിരുന്നു എന്ന് എഴുതിയതും തീർത്തു പറഞ്ഞതും ചരിത്രകാരന്മാർ തന്നെയാണ്. ഡോക്ടർ കുസൽക്കാരന്റെ ഒരു പുസ്തകമുണ്ട്, ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ അദ്ദേഹം നിരീക്ഷിച്ച കാര്യം, സിന്ധു നദീതടത്തിൽ നിന്നുള്ള ആർക്കിയോളജിക്കൽ സ്റ്റഡീസും ഗവേഷണങ്ങളും പുറത്തു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിക്കൊണ്ട് സ്ഥാനാരോഹണം നടത്തിയത് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നും അവൈലബിൾ ആയ ഒരു പുസ്തകമാണ്, മലയാളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ദൈവസങ്കല്പം കാലഘട്ടങ്ങളിലൂടെ. അതിലും നമ്മൾ വായിക്കുന്നുണ്ട്, ആസാദ് നിരീക്ഷിക്കുന്ന ഒരു കാര്യം, സിന്ധു നദീതടത്തിനരികിൽ താമസിച്ചിരുന്ന ആളുകൾ ദ്രാവിഡന്മാർ, അവർ കൃത്യമായും പരിശോധിച്ചാൽ അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന്. അവർക്കിടയിലേക്ക് ബഹുദൈവാരാധന സംസ്കാരങ്ങൾ കടന്നു വരികയാണ് ചെയ്തത്. അത് ചരിത്രത്തിന്റെ മറ്റൊരു വശമാണ്. ഞാൻ അതിന്റെ വിശാലമായ തലത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി ഏകനായ ദൈവത്തെ അവർ ആരാധിച്ചിരുന്നതായി കാണാൻ പറ്റും. അവരുടെ ആരാധനാ രീതികളും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് കാണാൻ പറ്റും. കെ അയ്യപ്പന്റെ ഭാരതപ്പഴമ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ
ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ലഭ്യമായ ചരിത്ര ശേഖരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ 39 അടി നീളവും 23 അടി വീതിയും 8 അടി ആഴവുമുള്ള ഒരു വലിയ കുളം സിന്ധു നദീതട സംസ്കാരത്തിൽ അവിടുത്തെ പഠനത്തിൽ നിന്ന് അവിടുത്തെ ഉത്ഖനന ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ്? ഇത് ഞാൻ പറയുന്നതല്ല, അയ്യപ്പന്റെ ഭാരത പടമാണ് അദ്ദേഹം നിരീക്ഷിക്കുന്ന കാര്യമാണ്. അവരെന്തോ ഒരു കൃത്യമായ ആരാധനയുടെ ഭാഗമായിട്ടായിരിക്കാം ആ കുളം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാന്ന്. അതായത് അവർ കൃത്യമായ ആരാധനാ സ്വഭാവമുള്ള നല്ലൊരു ജനതയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ധാരാളം പുസ്തകങ്ങളിൽ വിശദീകരിച്ചായി കാണാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഏകദൈവ വിശ്വാസം നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തുകളിലും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതായി കാണാം. വേദങ്ങളിൽ പ്രാർത്ഥനയുടെ സമുച്ചയമായി കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു ശ്ലോകമുണ്ട്, മഹാനിർവഹണ സ്തോത്രം എന്നാണ് അതിന്റെ പേര്. ആ മഹാനിർവഹണ സ്തോത്രത്തിലെ പ്രധാന വരികൾ എങ്ങനെയാണ്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വം ത്വമേകം ത്വമേകം പരമനിശ്ചലം നിർവികൽപ്പം. 5 തവണ ദൈവം ഏകനാണ് 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 എന്ന് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതെ, ബൈബിളിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളായി ഏകനായ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നതായി കാണാൻ കഴിയും. ബൈബിളിന്റെ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലും സമാനമായ വചനം ബൈബിളിന്റെ പുതിയ നിയമത്തിലെ മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിലും കാണാം. ഇസ്രായേൽ സന്തതികളെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഏകനായ ഒരു ദൈവത്തെ കുറിച്ചും അവനോടുള്ള ആരാധനയെ കുറിച്ചുമാണ് ബൈബിളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ മനുഷ്യരെ. ഇതാണ് വേദഗ്രന്ഥങ്ങൾ മനുഷ്യരോട് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഭാരതീയ വേദപ്രമാണങ്ങളിൽ ഏറ്റവും പ്രാചീനവും എന്നാൽ ഏറ്റവും ആധികാരികവുമായി കണക്കാക്കപ്പെടുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്ക്. അതിൽ നമുക്ക് വായിക്കാം, ഹിരണ്യഗർഭഃ സമവർത്തജാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേക ആസിത് സദാകാര പൃഥിവ്യും ദ്യാമുദേമാം കസ്മൈ ദേവായ ഹവിഷാവിദേമാം. ആദ്യവും അന്ത്യവും ഇല്ലാത്ത ദൈവത്തിന് ഋഗ്വേദം വിളിച്ച പേര് ഹിരണ്യഗർഭൻ എന്നാണ്. ആ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുകയാണ്, ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭൂതങ്ങളുടെയും അധീശാധികാരി. അവൻ ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സർവ്വചരാചരങ്ങൾ ഉണ്ടായത്. ലോകം മുഴുവൻ അവന് ഹവിസർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഋഗ്വേദം പറയുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനെത്ര അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ബൈബിളിന്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, വേദഗ്രന്ഥങ്ങളെല്ലാം ഏകനായ ദൈവത്തെ കുറിച്ച് പറയുന്നു, അവനോടുള്ള ആരാധനയെ കുറിച്ച് പറയുന്നു. പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ? മുസ്ലിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നു, ദിനം 5 നേരം നിസ്കരിക്കുന്നു. ഓരോ 5 നേരത്തെ നിസ്കാരത്തിലും അവൻ നെഞ്ഞത്ത് കൈവച്ച് ലോകരക്ഷിതാവായ അള്ളാഹുവിന് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞാൻ എന്റെ തുടക്കത്തിൽ ഓതി വെച്ച വചനം, എന്റെ സംസാരം ആരംഭിച്ചതിന് ആ വചനം പൊതിയിട്ടാണ്. 2-ാം അധ്യായം അൽ-ബഖറ സൂറത്തിന്റെ 21-22 വചനങ്ങൾ. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചിട്ട് പറയാണ്, യാ അയ്യുഹന്നാസ്. അല്ലാഹു തന്നെ പറയാണ്, ലോകത്തിന്റെ രക്ഷിതാവ് പറയാണ്, അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങളുടെ ധർമ്മനിഷ്ഠയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയതെ. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ ഇരിപ്പാക്കി തന്നത്, ആകാശത്തെ നേർപ്പടിയാക്കി തന്നത്, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മഴവെള്ളം അവതരിപ്പിച്ചു തന്നത്, ആ മഴവെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ഉത്പാദിപ്പിച്ചു തന്നതും അവനാണ്. അതിനാൽ അറിഞ്ഞുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് സാക്ഷാൽ ദൈവത്തിന് സമന്മാരം ഉണ്ടാക്കരുത്. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കണം. ആരെ ആരാധിക്കണം? ആ ചോദ്യത്തിനുള്ള മറുപടി ഉപനിഷത്തുകൾ തന്നെ നൽകുന്നുണ്ട്. കേന ഉപനിഷത്തിന്റെ പ്രഥമ ഖണ്ഡം 6-7 ശ്ലോകങ്ങളിൽ കാണാം. തദേവ ബ്രഹ്മത്വം വിധിനേതം യദിദമുപാസതേ യച്ചോത്രേണ ശൃണോതി യേന ശ്രോത്രമിദം സുതം തദേവ ബ്രഹ്മത്വം വിധിനേതം യദിദമുപാസതേ.
നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതും എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയതും യാതൊന്നാണോ അവനെയാണ് നീ ബ്രഹ്മം എന്നറിയേണ്ടത്, അവനെയാണ് നീ ആരാധിക്കേണ്ടത്. കണ്ണുകൊണ്ട് കണ്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല. നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും എന്നാൽ നിന്റെ കാതുകൾക്ക് കേൾവിശക്തി നൽകിയതും യാതൊന്നാണോ അവനെയാണ് നീ ബ്രഹ്മം എന്നറിയേണ്ടത്. കാതുകൊണ്ട് കേട്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല. ആരെ ആരാധിക്കണം? ആരെ ആരാധിക്കണം? ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്. ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്. അതെ, മനുഷ്യരെ അല്ലദീ അല്ലാഹു അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈഇൻ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിന്റെ 40-ാമത്തെ വചനമാണ്. അല്ലാഹു അല്ലദീ ഖലഖക്കും, അല്ലാഹു സാക്ഷാൽ ആരാധ്യനായ ദൈവമായ അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖക്കും, നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ. സുമ്മ യുമീതുക്കും, നിങ്ങളെ മരിപ്പിച്ചവൻ. സുമ്മ യുഹ്യീകും, ആ മരണത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈഇൻ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്ന അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അള്ളാന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഏകനായ ആരാധനയോട് മാത്രമാകേണ്ടതില്ല. എന്തിനാണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കാൻ കഴിയുന്ന, നമ്മളെ സഹായിക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ വിചാരങ്ങളൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത, നമുക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത, ഉറക്കവും മയക്കവും ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെല്ലാം അപ്പുറത്ത് ഇതൊന്നും ബാധിക്കാത്ത ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെയും അതിലുള്ള സർവ്വ വസ്തുക്കളെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ഏകനായ ഒരു പരമേശ്വരൻ, ഒരു പരമദൈവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തുണ്ടല്ലോ. അവനിലേക്കല്ലേ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരേണ്ടത്. ഇതിലെവിടെയാണ് വിഭാഗീയതയുള്ളത്? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? നമ്മൾ ആരാധിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളെയും സംവിധാനിച്ച, സചേതനവും അചേതനവുമായ സർവ്വതിനെയും സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ. ഇതിലെവിടെയാണ് വിഭാഗീയതയുള്ളത്? അതല്ല യഥാർത്ഥത്തിലുള്ള സത്യം. അവനെ മാത്രമേ ആരാധിക്കാവൂ മനുഷ്യരെ എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. അതിലെന്താണ് ഇത്ര പ്രശ്നമുള്ളത്? അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാനും ആ ആശയത്തോട് വെറുപ്പുണ്ടെങ്കിൽ അത് തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് വകവെച്ച് നൽകുന്നുണ്ട് എന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണല്ലോ ആദ്യ സംസാരത്തിൽ ബഹുമാനീയനായ അൻവർ അബൂബക്കർ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഈ പരമയാഥാർത്ഥ്യം നമ്മൾ പറയുന്നത് ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യരോട് വെറുപ്പുള്ളത് കൊണ്ടോ വിഭാഗീയതയുള്ളത് കൊണ്ടോ അല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ റോഡരികിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ സ്റ്റാൻഡ് തട്ടാതെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ബൈക്കിന്റെ സ്റ്റാൻഡ് അയാൾ തട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയും, ഏട്ടാ ആ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, എന്താ കാരണം? എന്താ കാരണം? അല്ലെങ്കിൽ ഇതിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അപകടം മുന്നിൽ കാണാതെയാണ് നടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഓടിച്ചിട്ട് അയാളോട് പറയും, ഇവിടെ ഒരു കുഴിയുണ്ടോ, ശ്രദ്ധിക്കിട്ടോ. എന്താ കാരണം? അയാളുടെ മതം നോക്കിയിട്ടോ, ജാതി നോക്കിയിട്ടോ, വർഗം നോക്കിയിട്ടോ, വർണ്ണം നോക്കിയിട്ടാണോ? അല്ല, അയാളോടുള്ള സ്നേഹമാണ്, മാനുഷികമായ ഇഷ്ടമാണ്. ഈ ഇഷ്ടം തന്നെയാണ് ഈ സത്യം തുറന്നു പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അല്ലാതെ ഇതിനപ്പുറത്ത് ഭൗതികമായ ഒരു നേട്ടവുമില്ല, മറ്റൊരു താല്പര്യവുമില്ല. ഇത് സത്യമാണ് എന്ന് ഉൾക്കൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം ലോകത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ സത്യം ലോകത്തിന് എത്തിക്കാൻ തന്നെയാണ് ലോകത്തേക്ക് പ്രവാചകന്മാർ വന്നത്, ഭാരതത്തിലേക്ക് ഋഷിമാര് വന്നത്, മുനിമാര് വന്നതെല്ലാം ഈ ഏകനായ ദൈവത്തിൽ മറ്റു സൃഷ്ടികളെ പങ്കു ചേർക്കുന്നത് ഇസ്ലാം പറയുന്നത് ഏറ്റവും വലിയ പാപം. ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ പാപം. ആരാധനകൾ അഖിലവും ഏകനായ റബ്ബിനോട് മാത്രമായിരിക്കണം. ആരാധനകൾ അഖിലവും ഏകനായ ദൈവത്തോട് മാത്രമായിരിക്കണം ഖുർആൻ പഠിപ്പിക്കാൻ. ഒരു മനുഷ്യൻ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാലോ അല്ലാഹു പറയുന്നത് ഇന്ന ശിർക ലദുൽ അദീം, ശിർക്ക് മഹാപാപമാണ്. അല്ലാഹുവിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കുക എന്നത്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിന് പകരം, അവന് മാത്രം ആരാധിക്കേണ്ടതിന് പകരം, അവനോട് മാത്രം സഹായം തേടേണ്ടതിന് പകരം ആ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത്, അവന്റെ മറ്റു മഹാന്മാരോടാകട്ടെ ആരോടാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, ഏറ്റവും വലിയ പാപമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അല്ലാഹു പറയുന്നു ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അത്തരക്കാർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കും, വമഅവാഹു നാർ, നരകം ശാശ്വതമാക്കും, വമാ ലിസ്വാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ബഹുദൈവാരാധന പാടില്ല എന്ന് തന്നെയാണ് വേദഗ്രന്ഥങ്ങളെല്ലാം അടിവരയിട്ട് പഠിപ്പിച്ചത്. വേദഗ്രന്ഥങ്ങളുടെ അന്തസത്ത അതാണ്, നമുക്ക് കാണാൻ പറ്റും. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി ഉപാസതേ
നശ്വരങ്ങളായ നശിച്ചു പോകുന്ന ദേവപിതൃമാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ പ്രവേശിക്കും. അവിനാശിയായ പരമാത്മാവിനെ കുറിച്ച് മിഥ്യാഭിമാനത്തോടു കൂടി ആയിരിക്കുന്നവരും ഘോരാന്ധകാരത്തിൽ പതിക്കും എന്ന്. അപകടമാണ് എന്ന് വിളിച്ചു പറയുന്ന വേദഗ്രന്ഥങ്ങൾ. ആരാധനകളും പ്രാർത്ഥനകളും ഏകനായ ദൈവത്തോടാകണമെന്ന് വേദഗ്രന്ഥ മനുഷ്യനെ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. എന്തിന് സഹോദരങ്ങൾ, എന്തിന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു? ഈ ലോകം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മരണാനന്തരം നിങ്ങളെ കാത്തൊരു ലോകമുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു ലോകം ഉണ്ടായേ തീരൂ. അത് മനുഷ്യന്റെ ബുദ്ധിയുടെ തേറ്റമാണ്. അത് ഇല്ലെങ്കിൽ ഇവിടെ എന്ത് നീതിയാണുള്ളത്? ഫിലസ്തീനിൽ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനിലെ മക്കൾ, പിഞ്ചോമന പൈതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സയനിസ്റ്റ് ശക്തികൾ ആ പിഞ്ചോമന മക്കളെ കൊന്ന് കൊലവിളിച്ചവരുടെ നെഞ്ചിന് മുകളിൽ സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന തീർത്തും പൈശാചികമായ, മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ മനസ്സ് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നില്ലേ? ഇതിനെല്ലാം പകരം ചോദിക്കുന്ന ഒരു ലോകമുണ്ടായിരുന്നെങ്കിലെന്ന്, ഇവിടുത്തെ കോടതികൾക്ക് കൃത്യമായ നീതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിനെല്ലാം പകരം ചോദിക്കുന്ന ഒരു ലോകമുണ്ടായിരുന്നെങ്കിലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കൂല. നമുക്ക് അത്തരം ദാരുണമായ അവസ്ഥകൾ വന്നിട്ടില്ല. പക്ഷേ ജിഷയുടെ അമ്മ ചോദിക്കും. ജിഷയുടെ അമ്മയുടെ മനസ്സിലാ തേട്ടുണ്ടാകും. സൗമ്യയുടെ അമ്മയുടെ മനസ്സിലാ തേട്ടുണ്ടാകും. ആലുവയിൽ പിടഞ്ഞു മരിച്ച ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സുകാരുടെ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിലാ തേട്ടുണ്ടാകും. പരലോകമുണ്ടായേ തീരൂ. അത് മനുഷ്യ മനസ്സിന്റെയും ബുദ്ധിയുടെയും തേട്ടമാണ്. അതുണ്ട്. ഞാൻ ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം വലിയ യാഥാർത്ഥ്യമാണോ അതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. പരലോകമുണ്ട്. അവിടെ വിചാരം നമ്മൾ നേരിടേണ്ടി വരും. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സ്വർഗം ധർമ്മനിഷ്ഠ പാലിച്ചു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ. നരകം സത്യം മുന്നിൽ കണ്ടിട്ടും അതിനെ നിഷേധിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. 3-ാം അധ്യായം ആൽ ഇംറാനിന്റെ 133-ാമത്തെ വചനത്തിലും 2-ാം അധ്യായം അൽ ബഖറ സൂറത്തിന്റെ 23-24 വചനങ്ങളിലും ഈ കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പരലോകം പ്രതീക്ഷിച്ച് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ജീവിക്കണം. ആ പരലോകത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങളെല്ലാം വാചാലമായി സംസാരിക്കുന്നുണ്ട്. കഠോപനിഷത്തിലെ പ്രഥമാധ്യായം പ്രഥമവല്ലിയിലെ 12-ാമത്തെ ശ്ലോകത്തിൽ സ്വർഗത്തെ കുറിച്ചും അവിടുത്തെ അനുഭൂതികളെ കുറിച്ചും പറയുന്നുണ്ട്. സ്വർഗേ ലോകേന വയം കിഞ്ചനാസ്തി ന തത്രുത്വം ജന ജരയാഭിവേദി ഉഭയതീർത്ഥോഷനായ അഭിഭാസോ ശുഗാദിലോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകം എന്ന് പറയുന്നത് യാതൊരുവിധ വിഷമവും ഇല്ലാത്തതാണ്. അവിടെ ആരും തന്നെ ജരാനരയാൽ വിഷമം അനുഭവിക്കുന്നില്ല. അവിടെ വസിക്കുന്നവരെല്ലാം ക്ഷുദ്വിഭാസാദികൾക്കും ശോകാദികൾക്കും അതീതന്മാരായി സകലവിധ ആനന്ദവും അനുഭവിക്കുന്നു എന്ന് സ്വർഗത്തെ കുറിച്ച് കഠോപനിഷത്ത് പറയാണ്. നരകത്തെ കുറിച്ചും അതിന്റെ അപകടത്തെ കുറിച്ചും ഈശാവാസ്യ ഉപനിഷത്തിന്റെ 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സൂര്യരഹിതമായാലോടും ഘോരാന്ധകാരങ്ങൾ നിബിഡമാണ്. ഈശ്വര സ്മരണയില്ലാതെ ജീവിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും അതിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈശാവാസ്യോപനിഷത്താണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ അടിവരയിട്ട് പറഞ്ഞുവെങ്കിൽ ആ വേദഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ, അന്തിമ വേദഗ്രന്ഥം, ദൈവികമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു ലോകത്ത് നിലനിൽക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നിങ്ങളൊന്ന് പഠനത്തിന് വിധേയമാക്കുക സഹോദരങ്ങളെ. അതൊരു ദൈവിക വേദഗ്രന്ഥമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഖുർആനിന്റെ 26-ാം അധ്യായം 192-ാമത്തെ വചനം, ഖുർആനിന്റെ 32-ാമത്തെ അധ്യായം സൂറത്തുൽ സജ്ദ 2-ാമത്തെ വചനം, 36-ാം അധ്യായം 5-ാമത്തെ വചനം, 39-ാം അധ്യായം സൂറത്തുൽ സുമറിന്റെ 1-ാമത്തെ വചനം, 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ 2-ാമത്തെ വചനം, 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 2-ാമത്തെ വചനം, 45-ാം അധ്യായം സൂറത്തുൽ ജാസിയ 2-ാമത്തെ വചനം, 46-ാം അധ്യായം സൂറത്തുൽ അഹ്കാഫിന്റെ 2-ാമത്തെ വചനം. ഇത്രയും ഭാഗങ്ങളിൽ അടിവരയിട്ട് ആവർത്തിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല പറയുന്നു മനുഷ്യരോട്, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഈ വേദഗ്രന്ഥം, ഈ ഖുർആൻ, അത് മനുഷ്യരെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നതാണ് എന്ന്. ആ വേദഗ്രന്ഥം മനുഷ്യരോട് പറഞ്ഞു കൊല്ലരുത്. അന്യായമായി ഒരു മനുഷ്യന്റെ രക്തം പോലും നിങ്ങൾ ചിന്തരുത്. മുസ്ലിമിന്റെയൊന്നോ അറബിയുടെയൊന്നോ അല്ല, ഒരാളുടെ രക്തം പോലും അന്യായമായി കൊല്ലരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ യത്തീമിന്റെ ഭക്ഷണം അപഹരിക്കരുത്, യത്തീമിന്റെ സ്വത്ത് അപഹരിക്കരുത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 107-ാമത്തെ അധ്യായത്തിന്റെ സൂറത്ത് മാഊനിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നിങ്ങളുടെ സ്വന്തം നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്, പുകവലി പാടില്ല, മദ്യപാനം പാടില്ല. 4-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ കൈകളെ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. 2-ാം അധ്യായം 195-ാമത്തെ വചനം പാവപ്പെട്ടവരോട് അനീതി പ്രവർത്തിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല. 5-ാം അധ്യായം ഖുർആനിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വചനം
അല്ലാഹു തആല നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്ത്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ധാർമ്മികമായ സന്ദേശങ്ങൾ നിരന്തരം മനുഷ്യരെ പഠിപ്പിക്കുകയാണ് വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ആ ഖുർആൻ ഒരു സമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ വിവരങ്ങൾ അടുത്ത സംസാരത്തിൽ, ഖുർആൻ ലോകത്തിന് മുമ്പിൽ തീർത്ത പരിവർത്തനം, ഖുർആൻ ലോകത്തിന് മുമ്പിൽ നടത്തിയ ധാർമ്മികമായ വിപ്ലവത്തെക്കുറിച്ച് ബഹുമാന്യനായ സഹോദരൻ സുഹൃത്ത് ഹാരിസ് ആറ്റൂർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇവിടെ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ് ഏത് സമയത്ത് എപ്പോൾ തീർന്നു പോകും നമുക്കറിയില്ല. ഈ സംസാരം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയുമോ അറിയില്ല. ഞാൻ ധരിച്ച വസ്ത്രം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ കഴിയുമോ അറിയില്ല. വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുമോ അറിയില്ല. എന്റെ ആയുസിന്റെ കാര്യം അത്രയേ ഉള്ളൂ. ഈ ശബ്ദം കേൾക്കുന്ന ഈ ചങ്ങരംകുളം പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ്. ഈ സാധനമൊക്കെ വാങ്ങി തൂക്കി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ. പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് വലിയ പ്രതീക്ഷകളോടെ വീട്ടിലേക്ക് എത്താൻ കഴിയുന്ന എന്താ ഉറപ്പാണുള്ളത്? ഒരു ഉറപ്പില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അങ്ങനെ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു മരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എങ്കിൽ ആ മരണം നമ്മളെ മാടി വിളിക്കും മുമ്പ് നമ്മുടെ രക്ഷിതാവ് നമ്മോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഉണ്ട് സഹോദരങ്ങളെ. ആ ലോക രക്ഷിതാവായ അല്ലാഹു നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതാണ് ഖുർആൻ. ആ സംസാരിച്ചതാണ് ഖുർആൻ. കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ സംസാരമാണത്. മനുഷ്യരോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്. എന്റെ രക്ഷിതാവ്, എന്നെ സൃഷ്ടിച്ച എന്റെ ആരാധ്യൻ, എന്നോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള എന്റെ റബ്ബ്, ലോകരക്ഷിതാവായ അല്ലാഹു, ആ സർവേശ്വരനായ തമ്പുരാൻ അല്ലാഹുവിന് എന്നോട് എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവൻ അവതരിപ്പിച്ച ആ വേദഗ്രന്ഥം അതിവിടെ സൗജന്യമായിട്ട് നമ്മൾ വായിക്കാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളതൊന്ന് വായിക്കാൻ തയ്യാറാവുക. അതിന്റെ സൗജന്യമായ മലയാള പരിഭാഷകൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ ഇവിടുത്തെ സംഘാടകരുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് തരും. അതിവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഒരു തവണയെങ്കിലും തുറന്ന മനസ്സോടെ വായിക്കാൻ നിങ്ങൾ തയ്യാറാവുക. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പടച്ചുവിടുന്ന സൈറ്റുകളോ ഫേക്ക് ഐഡികളോ മാവാസികളോ വായിച്ചിട്ട് ഇസ്ലാമിനെയും ഖുർആനിനെയും തെറ്റിദ്ധരിക്കും മുമ്പ്, അത് അങ്ങനെ കത്തിവെക്കാനും കൊല ചെയ്യാനുമുള്ള വേദഗ്രന്ഥമാണ് എന്ന് പ്രചരിപ്പിക്കും മുമ്പ്, തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ തുറന്ന മനസ്സോടെ വായിക്കാനുള്ള ഒരു ാണ് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, ഈ സദസ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും എനിക്ക് സത്യസന്ധമായി നിങ്ങളോട് പറയാനുള്ളത്, വളരെ നിഷ്കളങ്കമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിശേഷ ബുദ്ധിയും വിവേചനമായി ഒരാളുടെ കാൽച്ചുവട്ടിലും കൊണ്ടുപോയി പണപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കിടക്കപ്പായ തട്ടിക്കൊട്ടി വൃത്തിയാക്കി അതിലേക്ക് തലചായ്ച്ച് കിടക്കും മുമ്പ് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നൊന്ന് തേടുക, എന്റെ രക്ഷിതാവേ, എന്നെ സൃഷ്ടിച്ച സർവേശ്വരനായ നാഥ, ദൈവമേ, നീ ഉപരിലോകത്തുണ്ടല്ലോ, എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ സത്യത്തിലല്ല എങ്കിൽ സത്യത്തിന്റെ സന്മാർഗം എന്നെ കാണിക്കണമേ. അതല്ല, ഞാൻ സത്യത്തിലാണെങ്കിൽ ഇതിൽ എന്നെ നിലനിർത്തണമേ. ഞാൻ സത്യത്തിലല്ല എങ്കിൽ സത്യത്തിന്റെ വഴി, മാർഗം, ആ മോക്ഷത്തിന്റെ സന്ദേശം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച് തരേണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മളെ സൃഷ്ടിച്ച കാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹു നമ്മുടെ മുൻപിൽ വഴി തുറന്നു തരുന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു വിശാലമായ പഠനത്തിന് വേണ്ടി, ഒരു വിചിന്തനത്തിന് വേണ്ടി, ഒരു പുനർചിന്തയ്ക്ക് വേണ്ടി, ഒരു റിസർച്ചിന് വേണ്ടി, ഒരു ഗവേഷണത്തിന് വേണ്ടി ഈ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. എന്റെ സംസാരത്തിൽ നിന്നോ എന്റെ വാക്കുകളിൽ നിന്നോ എന്റെ എന്തെങ്കിലും പ്രയോഗത്തിൽ നിന്നോ ഈ പ്രദേശത്തുള്ള മുസ്ലിമിനോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആർക്കെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. ഒരിക്കലും ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഈ പരമമായ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്, ഈ പരമമായ സത്യത്തെ കുറിച്ചാണ്. നാളെ ഇവിടെ കൂടിയ പോലെ തന്നെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കും. അന്ന് എന്തുകൊണ്ട് ഈ സന്ദേശം ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കരുത്. അല്ലാഹുവേ, എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയണം. ഇവിടെയുള്ള സംഘാടകർക്ക് കഴിയണം. അതിനുവേണ്ടി തന്നെയാണ് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി വന്നിട്ടും, ഒരുപാട് ആളുകൾ യാത്ര ചെയ്ത് ദൂരെ നിന്ന് വന്നിട്ടും ഇങ്ങനെ ഒരു സംസാരത്തിന് നമ്മൾ സാക്ഷിയായത്. അതുകൊണ്ട് സത്യം സത്യമായി കണ്ടെത്താനുള്ള ഒരു അപാരമായ തൗഫീഖ് സർവേശ്വരനായ അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി